ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ കുറെ നാളായിട്ട് വ്ളോഗൊക്കെ എടുത്തിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വ്ളോഗ് എടുക്കാം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ജിമ്മാണ്. ഇന്നെ കൊണ്ടുവന്നാക്കണം അമ്മേണ്ട. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോയിൽ നോക്കിയിട്ട് എന്തോ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. കാരണം കുറെ നാളായി ഇങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടിട്ട്. അമ്മ മാത്രമല്ല, അപ്പൊ എന്റെ വ്ളോഗ് കാണാൻ മിക്ക ആൾക്കാരോട് ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോ എടുക്കാത്ത, എന്താണ് വ്ളോഗ് ഇടാത്തന്നൊക്കെ. രാവിലെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ ജിമ്മിക്കാണ്. അവിടെ നിന്ന് പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, ഉറങ്ങാന്നുള്ള പരിപാടി മാത്രം. ജിമ്മിന്റെ അടുത്താക്കിയിട്ട് അമ്മ പോയിട്ടാ. അപ്പൊ ഇതാണ് നമ്മളുടെ ജിമ്മ് പ്രോസിറ്റ്. 2024 കറക്റ്റ് മാസവും ഡേറ്റ് ഒന്നും എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ 2024 ഇവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ആ ടൈമിൽ ഞാൻ വർക്കൗട്ട് ഒക്കെ തുടങ്ങി ഒന്ന് സെറ്റ് ആയിട്ട് വന്നതായിരുന്നു. പിന്നെ എന്റെ കയ്യിലിരിപ്പോണ്ടാണ് ഞാൻ ജിമ്മ് നിർത്തി. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെ ഇവിടേക്ക് വീണ്ടും വർക്കൗട്ട് ചെയ്യാൻ വന്ന് വീണ്ടും ഒന്ന് ഏകദേശം വെയിറ്റ് ഒക്കെ വെച്ച് വന്നതാണ്. പിന്നെ വീണ്ടും ഞാൻ അവിടെ നിന്ന് അങ്ങനെ അവസാനമായിട്ട് വന്നപ്പോഴാണ് എനിക്ക് ഇവിടെ ഒരു ജോലി സെറ്റ് ആയത്. പാർട്ട് ടൈം ആയിട്ട് ഞാൻ കുറെ സ്ഥലത്ത് ചോദിച്ചു നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹ്യൂമാനിറ്റീസ് എടുത്ത ഞാൻ ഇവിടെ അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാൻ ഇരുന്ന് ആലോചിക്കും എന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ പറ്റണമെന്ന്. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അത് കണക്കായിരുന്നു. പക്ഷെ ഞാനിപ്പോ ചെയ്യണത് രാവിലെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ വരുന്നത് 4-4:30 ആകുമ്പോഴാണ് കേട്ടോ. 4:30 തൊട്ട് 10 മണി വരെയാണ് നമ്മുടെ ഡ്യൂട്ടി ടൈം. എന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ പണി എന്ന് പറഞ്ഞാൽ തന്നെ അത് ഫീസ് വാങ്ങിക്കുന്ന പരിപാടിയാണ്. ആദ്യമൊക്കെ എനിക്കതൊരു ചടങ്ങ് പിടിച്ച പരിപാടിയാണെന്ന് തോന്നിയെങ്കിലും പിന്നെ പതുക്കെ അങ്ങനെ സെറ്റ്. ഒരു 9:30 കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്ലോക്കിൽ നോക്കിയിരിക്കും 10 മണിയാവാൻ. എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങണം, വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം. അപ്പൊ 10 മണിയൊക്കെ ഞാൻ എന്റെ ഇവിടുത്തെ കണക്കും ക്ലോസ് ചെയ്ത് ഇവിടുത്തെ പണികളൊക്കെ തീർത്ത് ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങൂട്ടാവും. അമ്മയുടെ ആവശ്യങ്ങളൊക്കെ ഞാൻ വണ്ടി താഴത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഗൈസ് അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ഇന്നൊടുക്കത്തെ വെയിലായിരുന്നല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മഴേനെ അത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ലായിരുന്നു. വണ്ടി എടുത്ത് പാലത്തിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് ഒടുക്കത്തെ മഴ. ഒന്നും ചെയ്യാൻ പറ്റിയില്ല, നനഞ്ഞു കുതിർന്നു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.